പോവാണ്. ആളുകൾക്ക് വന്ന നിക്കാം താമസിക്കുന്നുണ്ട്. ബുക്ക് ചെയ്താലേ ഇവിടെ നിക്കാം. ഓ ഇല്ല, അവിടെ എത്തിയിട്ടില്ല. ആദ്യം ഇങ്ങടാ. ശരി. 5 ആൾക്ക് താമസിക്കും. ഉണ്ടാക്കി കൊടുക്കും. ശരി. അപ്പൊ ഇവിടെ താമസിക്കാനൊക്കെ സ്ഥലം ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. റൂമുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുഡുകളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുമെന്നാണ് ഇവര് പറയുന്നത് കേട്ടോ. ഫുഡുകളൊക്കെ നമ്മളിവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കി തരുന്നതാണ് പറഞ്ഞിട്ടുള്ള. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എന്തോ കാണാനുണ്ടെന്ന് പറയുന്നു. ഒരു പിന്നാമിനിങ്ങിന്റെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഇനി ഇവിടെ ഒന്ന് പോയി നോക്കാം എന്താണെന്നതെന്ന് അറിയാലോ. ചെറുപ്പം അയച്ചേക്കണേ. ഓ പാമ്പ്. അണലിയാണ് നമ്മള് പറയാ. അണലി. ഇതെല്ലാം വിത്തുകളാണ് കേട്ടോ. ശരി. ഇത് ഇവിടുന്ന് ഉണക്കാം. ഇതേപോലെ ചെയ്തിട്ട് ഇനി മ്യൂസിയത്തിൽ കൊണ്ടുപോയിരിക്കും. ഇതില് ഇത് എലിഫന്റ് കഴിക്കുന്ന ഫ്രൂട്ടാട്ടോ. കായ. ഇതെല്ലാം ഇവിടെ ഇങ്ങനെ ഉണക്കിയെടുത്തിട്ട് കൊണ്ടുപോയിരിക്കും മ്യൂസിയത്തിൽ. ഇതാ അത് നമ്മുടെ കളർക്കായേ. കളറേ. അത് മുമ്പൊക്കെ ഉണ്ടായിരുന്നു. കുങ്കുമം എന്നൊക്കെ പറയും. കുട്ടികളൊക്കെ പറിച്ചിട്ട് കളർ കൊടുക്കുന്ന മലയെണ്ണ എന്നൊക്കെ പറയും. ചെറിയ ചിറക്. ചിറകില്ല, എന്നാലും അതിങ്ങനെ ചാടുന്ന പോലെ അല്ലേ? അവിടേക്ക് ചാടും. അങ്ങനെയാണ്. ചാടും. അങ്ങനെ ചാടുന്ന കണ്ടിട്ടുണ്ട് നമ്മള്. ഈ തൊലി ഒറിജിനൽ ആണോ? ഇതെല്ലാം ഒറിജിനൽ ആണ് കേട്ടോ. തൊട്ടിട്ട് കണ്ണൊക്കെ പറിക്കുകയാണ് കേട്ടോ. ഇത് ഒറിജിനൽ തൊലിയാണ്. പുലിയുടെ ഒറിജിനൽ തൊലി. അത് ശരി. കാട്ടുപൂച്ചയാണിത്. ഉറുമ്പുതീനി ഉണ്ടല്ലേ? വരില്ലേ? കുഞ്ഞുടുമ്പുണ്ട് ഇവിടെ കേട്ടോ. അയ്യോ, ഇവിടെ മിന്നാമിനിങ്ങിൻ്റെതാണ് കേട്ടോ. ശരി. മിന്നാമിനിങ്ങിന്റെ സൗണ്ട് ഒറിജിനൽ ആണ് കേട്ടോ. ലൈറ്റ് അവരുണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി വാതിലടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. അയ്യോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട്. ഇത് കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം ലൈറ്റ് ഒറിജിനലാണ്. മിന്നാമിനിങ്ങിന്റെ ലൈറ്റ് അല്ല, സൗണ്ട് ഒറിജിനലാണ്. ലൈറ്റ് പിന്നെ അവര് കറണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആഹാ, ഈ സൗണ്ടാണല്ലേ നമ്മൾ രാത്രി ഇങ്ങനെ കേൾക്കും. അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ. കുറച്ച് സ്ഥലം. മിന്നാമിനിയുടെ ഡെമോ ആണ് കേട്ടോ. അങ്ങനെ ചെയ്യാം. അമ്പാടി ഇവിടെ നമ്മൾ കളർ ചെയ്യണം.
ആ കുഞ്ഞ് കളർ ചെയ്താ ഏതെങ്കിലും ഒരു കളർ ഇതിൽ തുടങ്ങും. ഇതവിടെ ഇനി ആ സ്ക്രീനിൽ ആ കളറുള്ള പൂമ്പാറ്റകൾ വരും. ഗോ. ആഹാ എന്താ ഭംഗി, നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങള് മ്യൂസിയം കണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്. പക്ഷെ ചെറിയ മ്യൂസിയം ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ അതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ഹാമ്പൽക്കുളോ? ചെറിയൊരു കുളം, മീനുണ്ടാവും കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ സ്ഥലം സൂപ്പർ സ്ഥലമാണ്. കാരണം ഒരുപാട് ഏരിയ ഉണ്ട്, ഫോറസ്റ്റിന്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ ഉണ്ട്. ഇവിടെ ചെടികളെ ഉള്ളൂ കേട്ടോ. ഈ വൈറ്റ് കളറിലുള്ള പൂവുള്ള ചെടികളെ ഉള്ളു. പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പും നല്ല കാറ്റൊക്കെ ഈ സീസണിൽ ഇപ്പം ഇല്ല. പക്ഷെ നല്ല കാറ്റുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല കാറ്റാണ്. ഓരോ സീസണിലാണ് കേട്ടോ. അങ്ങനെ എത്ര ആളുകൾ വന്നാലും തിരക്കില്ലാതെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഓ, ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടോ. കുഞ്ഞിന് നല്ല ഇഷ്ടപ്പെടുന്നുണ്ട്. കുളമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടിട്ട് ഇനിയിപ്പോ വ്യൂ പോയിന്റിലേക്ക് പോവാണ് കേട്ടോ.